പ്രവാസികളും ആശയവിനിമയവാദികളും എന്ന വിഷയത്തിൽ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള കുവൈത്ത് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടിലേക്ക്. മരുഭൂമിയിൽ നിന്നുള്ള പ്രിയതമന്റെ കത്തുമായി വരുന്ന പോസ്റ്റ്മാനെ കത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കുടുംബിനിയെ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രങ്ങളിൽ മാത്രമേ ഇന്ന് കാണാൻ കഴിയൂ. നാട്ടിലേക്കുള്ള ട്രങ്ക് കോളിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന പഴയ ദുബായിക്കാരന്റെ മുഖവും വർത്തമാനകാല പ്രവാസികൾക്ക് അന്യമാണ്. ഗൾഫ് കുടിയേറ്റം പാതി നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ കാലത്തിന്റെ അവസ്ഥാന്തരങ്ങൾ പ്രവാസികളെയും ഏറെ അനുഗ്രഹിച്ചു. കത്തുപാട്ടുകളിലൂടെയും കാസറ്റ് ഭാഷണങ്ങളിലൂടെയും മനോഗതികൾ പങ്കുവച്ചിരുന്ന പഴയകാല ഗൾഫുകാരനിൽ നിന്ന് വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ സങ്കേതങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് കാതങ്ങളുടെ അകലമില്ലാതാക്കാൻ ഇന്ന് പ്രവാസിക്ക് കഴിയുന്നു. 1.5 മാസം കഴിഞ്ഞാണ് നാട്ടിൽ നിന്നൊരു കത്ത് കിട്ടുന്നത്. ആ കത്ത് കിട്ടിയ സമയത്ത് മനസ്സിലുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ ഞാനതിന് മറുപടി അയച്ച് ആ മറുപടിക്ക് വീണ്ടും റിപ്ലൈ വരുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞ് തന്നെയാണ്. അതുവരെയും ഈ വന്ന ലെറ്ററുകൾ തന്നെ എടുത്ത് നോക്കി വായിച്ച് കൊണ്ടിരിക്കും. ഇന്റർനെറ്റ് സംവിധാനങ്ങളും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും ഇന്ന് പ്രവാസിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും വീട്ടുകാരറിയുന്നത് പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന അന്വേഷണ വിളികളിൽ നിന്നാണെന്ന അനുഭവങ്ങളും ഇന്ന് സാധാരണയാണ്. ഫേസ്ബുക്ക് ചർച്ചകളിലും മറ്റും ഏറ്റവും കൂടുതൽ മലയാളി സാന്നിധ്യമുള്ളത് ഗൾഫ് നാടുകളിൽ നിന്നാണെന്നതും ശ്രദ്ധേയമാണ്. സ്വന്തം ബന്ധുക്കളുമായി യഥേഷ്ടം സമ്പർക്കം പുലർത്താൻ നവമാധ്യമങ്ങൾ ചില്ലറയൊന്നുമല്ല ഗൾഫുകാരനെ സഹായിച്ചത്. പഴയകാല കത്തുവഴിയുള്ള ആശയവിനിമയങ്ങളെ ഏറെ ഗൃഹാതുരത്വത്തോടെയാണ് ഇന്ന് പ്രവാസ ലോകം ഓർക്കുന്നത്. അതേസമയം പുതിയ സംവിധാനങ്ങൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നത് മൂലം പ്രയാസമനുഭവിക്കുന്ന കുറച്ചുപേരെങ്കിലും നാട്ടിലുണ്ടെന്നത് പറയാതിരിക്കാനാവില്ല. മീഡിയ വൺ കുവൈത്ത്. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഈജിപ്തിലെ ഇടക്കാല പ്രസിഡന്റ് ആദിൽ മൻസൂർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കുവൈത്തിൽ വ്യാപക പ്രതിഷേധം. പാർലമെന്റ് അംഗങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. 2 ദിവസം മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈജിപ്തിലെ ഇടക്കാല പ്രസിഡന്റ് ആദിൽ മൻസൂർ കുവൈറ്റിന്റെ സഹായത്തെക്കുറിച്ച് മോശമായി പ്രസ്താവന നടത്തിയത്. കുവൈറ്റിന്റെ സഹായം ഏറെ വൈകിയാണ് ലഭിച്ചത് എന്ന പ്രസ്താവന സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്യുകയും ട്വിറ്ററിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലും വിഷയം ചർച്ചയാകുകയും ചെയ്തു. പ്രസ്താവനക്കെതിരെ കടുത്ത ഭാഷയിലാണ് കുവൈറ്റിലെ രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും പ്രതികരിച്ചത്. പട്ടാള സർക്കാരിന് കോടികൾ സഹായമായും വായ്പയായും നൽകുന്നത് പാഴ്വേലയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റിന്റെ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് കുവൈറ്റിലെ ഈജിപ്ത് സ്ഥാനപതി വിശദീകരണവുമായി വന്നെങ്കിലും പാർലമെന്റ് അംഗങ്ങളുടെ കലിയടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദിൽ മൻസൂർ മുൻ പ്രസിഡന്റിനെയും സത്യം ചെയ്ത ഭരണഘടനയും വഞ്ചിച്ച ആളാണെന്നും അങ്ങനെയുള്ള ആളെ എങ്ങനെ വിശ്വസിക്കുമെന്നും മുൻ MP ഫൈസൽ അൽ മുസ്ലിം ചോദിച്ചു. അതിനിടെ പട്ടാള മേധാവി അൽ-സിസി തന്റെ പഠനകാലത്ത് ഗൾഫ് രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കുമെതിരെ പഠന റിപ്പോർട്ട് സമർപ്പിച്ച കാര്യം ചില പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വെച്ചത് വിവാദത്തിന് ആക്കം കൂട്ടി. അതേസമയം പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഈജിപ്ത് സർക്കാർ ശ്രമം ആരംഭിച്ചു. കുവൈറ്റിന്റെ സഹായങ്ങൾക്ക് നന്ദി അറിയിക്കാൻ ഉടൻ തന്നെ പ്രസിഡന്റ് ആദിൽ മൻസൂർ കുവൈറ്റ് സന്ദർശിക്കുമെന്ന് അംബാസഡർ അബ്ദുൽ കരീം സുലൈമാൻ കുവൈറ്റ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ഈജിപ്തിലെ ജനങ്ങൾക്ക് കുവൈറ്റിനോടും അമീറിനോടുമുള്ള കടപ്പാടും അദ്ദേഹം എടുത്തു പറഞ്ഞു. മുർസി സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളം ഭരണമേറ്റെടുത്തതിനു ശേഷം പണമായും എണ്ണയുൽപ്പന്നങ്ങളായും കുവൈറ്റ് $4 ബില്യൺ സഹായമാണ് ഈജിപ്തിലേക്ക് അയച്ചത്. മീഡിയ വൺ കുവൈത്ത്. കെനിയൻ തലസ്ഥാനമായ നൈറോബിയിൽ ഷോപ്പിംഗ് മാളിൽ അക്രമി നടത്തിയ വെടിവയ്പിലും സ്ഫോടനത്തിലും 20 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അക്രമമുണ്ടായ മാളിന് നേരത്തെ സൊമാലിയൻ മിലിറ്റന്റ് ഗ്രൂപ്പായ അൽ ഷബാബിന്റെ ഭീഷണിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. സംഭവത്തിന് പിന്നിൽ മോഷണ ശ്രമമാണോ എന്ന ചോദ്യത്തിന് സംഭവം ഭീകരാക്രമണമാണെന്ന മറുപടിയാണ് സമാന്തര സൈനിക വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഇത് ഭീകരാക്രമണമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നിതാഖാത്ത് മൂലം തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങാൻ വിമാനക്കൂലി പോലുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കായി പ്രവാസി സംഘടനയായ നവോദയ പ്രത്യേക വിമാനം ഏർപ്പെടുത്തുന്നു. പ്രമുഖ വ്യവസായിയും ITL ചെയർമാനുമായ സിദ്ദീഖ് അഹമ്മദിന്റെ സഹകരണത്തോടെയാണ് വിമാനം ഏർപ്പെടുത്തുന്നത്. തൊഴിൽ നഷ്ടമായതിനു പുറമെ നിലവിലെ വൻ വിമാനയാത്രാ കൂലി മൂലം നിരവധി ആളുകളാണ് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. ഒക്ടോബർ 4-ന് ദമാമിൽ നിന്ന് 160 യാത്രക്കാരുമായി വിമാനം പുറപ്പെടും. പിറ്റേന്ന് പുലർച്ചെ കൊച്ചിയിലെത്തുന്ന വിമാനം ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. തൊഴിൽ നഷ്ടത്തോടൊപ്പം വിമാനക്കൂലി വർധനവുണ്ടായ സാഹചര്യത്തിൽ പ്രവാസികളെ സഹായിക്കാൻ ഭരണകൂടം പോലും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ രംഗത്തെത്തിയതെന്ന് നവോദയ പ്രസിഡന്റ് EM കബീർ പറഞ്ഞു. പ്രവാസികളെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സദുദ്യമത്തിൽ പങ്കാളിയായതെന്ന് ITL ഗ്രൂപ്പ് ചെയർമാൻ സിദ്ദീഖ് അഹമ്മദ് പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ജോലിക്കായി തന്റെ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ വൺ ദമാം. ലോകകപ്പ് വേനലിൽ നടത്താൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഖത്തർ 2022 സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. ചൂട് കാലാവസ്ഥ കളിക്കാരെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ടൂർണമെന്റ് നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും സുപ്രീം കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു.
ഖത്തറിൽ വരാനിരിക്കുന്ന ലോകകപ്പ് 2022 വേനൽക്കാലത്ത് നിന്നും തണുപ്പ് കാലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഖത്തർ 2022 സുപ്രീം കമ്മിറ്റിയുടെ പുതിയ പ്രസ്താവന പുറത്തുവന്നത്. ലേലസമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്താമെന്ന ധാരണയിലാണ് ഖത്തർ 2022 ലോകകപ്പ് ഏറ്റെടുത്തതെന്നും അത് പാലിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനമാണ് സ്റ്റേഡിയങ്ങളിൽ ഒരുങ്ങുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും പദ്ധതിയെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. തണുപ്പ് കാലത്തേക്ക് മാറ്റണമെന്നതാണ് ഫിഫയുടെ തീരുമാനമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാണ്. നിലവിലുള്ള തീരുമാനമനുസരിച്ച് ലോകകപ്പിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും ഖത്തർ 2022 സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്ക് അമേരിക്കയിലൂടെയുള്ള വ്യോമയാത്രയ്ക്ക് അനുമതി ലഭിച്ചു. നേരത്തെ മദുറോയ്ക്ക് അമേരിക്ക ആകാശയാത്ര നിഷേധിച്ചെന്ന് വെനിസ്വേലൻ സർക്കാർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ വിമർശനങ്ങളെ തുടർന്നാണ് യുഎസിന്റെ പെട്ടെന്നുള്ള തീരുമാനമെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് വെനിസ്വേലൻ സർക്കാർ നിക്കോളാസ് മദുറോയ്ക്ക് അമേരിക്കയിലെ പ്യൂട്ടോറിക്കോ വഴിയുള്ള വ്യോമയാത്ര നിഷേധിച്ചെന്ന ആരോപണവുമായി മുന്നോട്ട് വന്നത്. അകാരണമായി തങ്ങളുടെ രാഷ്ട്രതലവന്റെ യാത്ര തടസ്സപ്പെടുത്തിയ നടപടിയെ വെനിസ്വേല ശക്തമായി അപലപിച്ചിരുന്നു. സംഭവത്തിൽ അമേരിക്കൻ അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെടുമെന്നും വെനിസ്വേലൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. അതിനിടെയാണ് അമേരിക്കയുടെ തീരുമാനം. യാത്രാനുമതിക്കുള്ള അപേക്ഷ യഥാസമയം വെനിസ്വേല സമർപ്പിക്കാത്തതാണ് നേരത്തെ അത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമെന്നാണ് അമേരിക്കൻ അധികൃതരുടെ വിശദീകരണം. So although the request was not properly submitted, US authorities worked with Venezuelan officials at the Venezuelan embassy to resolve the issue. We made an extraordinary effort to work with the relevant authorities to grant flight approval in just a matter of hours. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഒമാനിലെ സോഹാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മലയാളി യുവാവിനെ ഇനിയും കണ്ടെത്താനായില്ല. വ്യാഴാഴ്ച രാത്രിയാണ് പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ഹനീഫിനെ പാകിസ്ഥാനികളിൽ നിന്ന് സംശയിക്കുന്ന സംഘം തട്ടിക്കൊണ്ടുപോയത്. മോചനദ്രവ്യമായി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നാട്ടിലെ ബന്ധുക്കൾക്ക് ഫോൺ സന്ദേശം ലഭിച്ചു. ഹനീഫിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ഹനീഫിന്റെ സഹോദരൻ ഹക്കീം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹക്കീം, ഇന്ന് ലഭിച്ച സന്ദേശത്തിൽ എന്താണ് പറഞ്ഞത്? അവര് ഈ 2 മണിക്കൂർ കൂടുമ്പോൾ ടെലിഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുമ്പോൾ ഈ 5 ലക്ഷം രൂപ ഈ ഹനീഫിന്റെ സഹോദരൻ സൗദി അറേബ്യയിലുണ്ട്. അപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാന്റെ അക്കൗണ്ട് നമ്പർ തരും. അവർ വെസ്റ്റേൺ യൂണിയൻ വഴി 5 ലക്ഷം രൂപ അയച്ചു കഴിഞ്ഞാലാണ് ഇവൻ വിടുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹക്കീം, ഏത് നമ്പറിൽ നിന്നാണ് അവർ വിളിക്കുന്നത്? ഇന്റർനെറ്റ് കോൾ ആണോ അതോ ഇന്റർനെറ്റ് കോൾ? അല്ലല്ല, ഇന്റർനെറ്റ് കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ പോലീസുകാർ പറഞ്ഞത് അത് ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ട് നമുക്ക് വിദേശ രാജ്യത്തു നിന്ന് ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ട് അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ മുഴുവൻ നമ്മൾ ഒമാൻ പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇമെയിലായിട്ട്. ഹക്കീം, അവരെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അവര് ഹിന്ദിയിലും പിന്നെ അറബിയിലുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അനീഫ് പറഞ്ഞത് ഇപ്പോ 6 പേരുണ്ട്, പാകിസ്ഥാനികളാണ്, എനിക്ക് മുൻപേ ജീവില്ല എന്നാണ് അനിയൻ പറഞ്ഞത്. അവരിപ്പോ എന്നോട് സംസാരിച്ചു കൊണ്ടിരുമ്പോ തന്നെ അവര് ശക്തിയായി മർദ്ദിക്കുന്നുണ്ട് അവനെ. ഹനീഫിന്റെ വിവരം സംബന്ധിച്ച പരാതി എംബസിയിലോ മറ്റോ നൽകിയിട്ടുണ്ടോ ഹക്കീം? ഇപ്പോ പരാതി ഇപ്പൊ നമ്മൾ ഇമെയിലായിട്ട് ഇപ്പോ വയലാരവി സാറിനും ഇപ്പോ ഈ അഹമ്മദ് സാറിനും. എന്ത് പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത്? അല്ല, ഫാക്സ് ആണ് അയച്ചിരിക്കുന്നത്. നമ്മൾ ഇമെയിലും ഫാക്സ് ആണ് അയച്ചിരിക്കുന്നത്. പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ പട്ടാമ്പി CP മുഹമ്മദ് MLA വഴിയാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പോൾ മഞ്ഞളാംകുഴി അലി സാറിനെ നേരിട്ട് പോയി കണ്ടിട്ട് ഇത് അവിടുത്തെ KMCC സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അന്നുകൂടി വിവരങ്ങൾ ഇതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നന്ദി ഹക്കീം പ്രതികരിച്ചതിന്. അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 27, 28 തീയതികളിൽ മുസഫയിലെ മാർത്തോമ ദേവാലയത്തിൽ എജു ഫെസ്റ്റ് സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ വിദഗ്ധൻ BS വാര്യർ നേതൃത്വം നൽകും. വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടാകും. BS വാര്യരുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരവും ലഭ്യമാക്കും. ഖത്തർ അമീറിന്റെ പിതാവിന്റെ പത്നി ഷെയ്ഖ മൂസയ്ക്ക് ജോർജ് ബുഷ് അവാർഡ്. സാമൂഹ്യരംഗത്തെ മികച്ച സേവനങ്ങൾ കണക്കിലെടുത്താണ് ഷെയ്ഖ മൂസയ്ക്ക് അവാർഡ് ലഭിച്ചത്. അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് സർവകലാശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജോർജ് ബുഷും പത്നി ബാർബറ ബുഷും ചേർന്ന് അവാർഡ് ഷെയ്ഖ മൂസയ്ക്ക് സമ്മാനിച്ചു. ലോകത്തുടനീളം സമാധാനത്തിനും വിദ്യാഭ്യാസത്തിനും ഷെയ്ഖ മൂസ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. ഹജ്ജ് വേളയിൽ മിനയിലെ ജംറയിൽ സ്വയം ചലിക്കുന്ന ബെൽറ്റുകൾ ഉപയോഗിക്കുമെന്ന മശായിർ വികസന പദ്ധതി മേധാവിയും മുനിസിപ്പൽ കാര്യ അണ്ടർ സെക്രട്ടറിയുമായ ഡോക്ടർ ഹബീബ് സൈനുൽ ആബിദീൻ പറഞ്ഞു. മീനയിലെ ജംറയുടെ 3ാം നിലയുമായി ബന്ധിപ്പിക്കുന്ന ഷുഐബിൻ അൽ മുഐസിം തുരങ്കങ്ങൾക്കിടയിലാണ്
ബെൽറ്റ് ഉപയോഗിക്കുക. രണ്ട് ഭാഗത്തേക്കും 1000 മീറ്റർ നീളം ഇതിനുണ്ടാകും. തുരങ്കത്തിനുള്ളിൽ കാൽനടയാത്രക്കാർക്ക് 2 നടപ്പാതകളുണ്ട്. മുസ്ദലിഫയിലെ 1-ാം നമ്പർ റെയിൽവേ സ്റ്റേഷൻ വികസനം പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. അസീസിയ ഭാഗത്തെയും ജംറയുടെ 2ാം നിലയെയും ബന്ധിപ്പിക്കുന്ന പുതിയ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 16 മീറ്ററിന്റെ 2 ട്രക്കുകളോട് കൂടിയ തുരങ്കത്തിന്റെ നീളം 300 മീറ്ററാണ്. എല്ലാവിധ സംവിധാനങ്ങളും ഈ തുരങ്കത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ ജംറയുടെ ഭാഗത്ത് നിന്ന് തീർത്ഥാടകർക്ക് വേഗത്തിലെത്താനും തിരിച്ചു പോകാനും സാധിക്കും. ജംറയുടെ 3ാം നിലയുമായി ബന്ധിപ്പിക്കുന്ന ഷുഐബിൻ അൽ മുഐസിം തുരങ്കങ്ങൾ ഈ വർഷത്തെ പുതിയ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. പുണ്യസ്ഥലങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായി 252ഓളം അംഗശുചീകരണ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. മീഡിയ 1 റിയാദ്. ഹജ്ജ് വേളയിൽ മക്കയിലും പുണ്യസ്ഥലങ്ങളിലുമായി തീർത്ഥാടകരുടെ സേവനത്തിന് 15 ആശുപത്രികളും 175 മെഡിക്കൽ സെന്ററുകളും ഉണ്ടാകുമെന്ന് മക്ക മേഖല ആരോഗ്യകാര്യ ഉപമേധാവി ഡോക്ടർ അഹമ്മദ് ബഞ്ചർ പറഞ്ഞു. ആശുപത്രികളിൽ 3257 പേരെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുണ്ടാകും. 8 ആശുപത്രികൾ അറഫ, മിന എന്നിവിടങ്ങളിലും 7 ആശുപത്രികൾ മക്കയുടെ വിവിധ ഭാഗങ്ങളിലുമാണ്. 175 മെഡിക്കൽ സെന്ററുകളിൽ 75 എണ്ണം മക്ക നഗരത്തിനുള്ളിലും 45 എണ്ണം അറഫയിലും 44 എണ്ണം മിനയിലും 6 എണ്ണം മുസ്ദലിഫയിലും 2 എണ്ണം ഹറമിനുള്ളിലുമാണ്. ഹജ്ജ് വേളയിൽ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ 7 താൽക്കാലിക മെഡിക്കൽ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുമെന്ന് മക്ക ആരോഗ്യകാര്യ ഉപമേധാവി കൂട്ടിച്ചേർത്തു. ജിദ്ദ സൗഹൃദ വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷറഫിയ പഴയ എയർപോർട്ട് റോഡിലുള്ള കാളാൻ ഗൈഡൻസ് ഹാളിൽ ഈ മാസം 27-ന് രാത്രി 9-നാണ് സെമിനാർ. ജിദ്ദയിലെയും കേരളത്തിലെയും വിവിധ സംഘടനാ നേതാക്കൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിദ്ദ സൗഹൃദ വിചാരവേദിക്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ പ്രശസ്ത ഓസ്ട്രേലിയൻ TV അവതാരകൻ റോൾഫ് ഹാരിസ് തിങ്കളാഴ്ച ലണ്ടനിലെ കോടതിയിൽ ഹാജരാകും. ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാവുക. 13 ബാലികാ പീഡന കേസുകളാണ് 83-കാരനായ റോൾഫ് ഹാരിസിനെതിരെ ഉള്ളത്. 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട 9 കേസുകളും കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട 4 കേസുകളും ഉണ്ട്. കഴിഞ്ഞ മാസമാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ കേസിനെക്കുറിച്ച് റോൾഫ് ഹാരിസോ അഭിഭാഷകനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജലനിരപ്പ് 2401.56 അടിയായി ഉയർന്നതോടെ ഇടുക്കി ഡാം തുറന്നുവിടാൻ സാധ്യതയേറി. ജലനിരപ്പ് 1 അടി കൂടി ഉയർന്നാൽ ഡാം തുറന്നുവിടാനാണ് തീരുമാനം. 92 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല അടിയന്തര യോഗം പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്ന 92 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു. 7 ഇടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഡാം തുറക്കുന്ന ദിവസം സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താനും തീരുമാനിച്ചു. ഈ ഡാം തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ 3 താലൂക്കുകളിൽ 7 വില്ലേജസിന് ഇത് ബാധിക്കും. ഇതിനുള്ളിൽ ഏകദേശം ഒരു 50 മുതൽ 100 വീടുകളിൽ ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനുവേണ്ടി ആവശ്യമായ എല്ലാ ഷെൽട്ടറുകൾ, തൊട്ടടുത്ത് സേഫ് ആയിട്ടുള്ള ഷെൽട്ടറുകൾ വില്ലേജ് ഓഫീസ് ലെവലിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അനുദിനം ഉയരുന്നത് ഡാമിനോട് ചേർന്നുള്ള 5 പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കും. ഇടുക്കി, വാത്തിക്കുടി, മരിയാപുരം, കഞ്ഞിക്കുഴി, കൊന്നത്തടി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങളെയാവും ആദ്യം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. ഡാം തുറന്നുവിടുന്നതിന് 6 മണിക്കൂർ മുൻപ് ജനങ്ങളെ അറിയിക്കുവാനുള്ള സംവിധാനം പൂർണ്ണസജ്ജമായി കഴിഞ്ഞു. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനും വിവരങ്ങൾ കൈമാറുവാനുമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 11 കൺട്രോൾ റൂമുകളും തുറന്നു. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ആർക്കോണത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു. കരസേനയുടെ ഒരു സംഘത്തെ തിരുവനന്തപുരത്ത് സജ്ജമാക്കി നിർത്തും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഡാം സുരക്ഷാ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ട് തുറന്നാൽ റൺവേയിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എമർജൻസി സെൽ രൂപീകരിച്ചു. 21 വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി ഡാം തുറക്കുന്നത് ആശങ്കയോടെയാണ് തീരദേശവാസികൾ കാണുന്നത്. ഇതിനു മുൻപ് 1991-ലാണ് ഡാം അവസാനമായി തുറന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്